നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈഗ കൊലക്കേസിൽ പിതാവ് സനു മോഹന് ജീവപര്യന്തം 28 വർഷം കഠിന തടം അനുഭവിക്കണം. തെളിഞ്ഞത് കൊലപാതകമടക്കം 5 കുറ്റങ്ങൾ. വിധി പറഞ്ഞത് എറണാകുളം പോക്സോ കോടതി. തിരുവനന്തപുരം പോത്തൻകോട് കൈക്കുഞ്ഞിനെ കൊന്നത് അമ്മ തന്നെ. കിണറ്റിലെറിഞ്ഞെന്ന് സമ്മതിച്ച സുരിത. മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസ്. പാലക്കാട് നടുപ്പുണിയിൽ 3 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. 77കാരൻ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതി നേരിട്ടത് നിരന്തര പീഡനം. ഭർത്താവിനെതിരായ തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ്. കേസിൽ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. എം.വി. ഗോവിന്ദന്റെ അപകീർത്തി കേസിൽ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തു. തന്നെ നിശബ്ദയാക്കാൻ ശ്രമമെന്ന സ്വപ്ന. മുഖ്യമന്ത്രിക്കെതിരായ എല്ലാ തെളിവുകളും കൈവശമുണ്ടെന്നും സ്വപ്ന. അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുള്ള ഒരു ആളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി ജയിക്കാൻ ഇതും സഹായകരമാണ്. അല്ലെങ്കിലും സുരേഷ് ഗോപി തൃശൂരിൽ സുരേഷ് ഗോപി തന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. വി മുരളീധരൻ. സംസ്ഥാന നേതൃത്വത്തിൽ പുതുമുഖങ്ങൾ വരും. മറ്റു പാർട്ടികളിലെ പ്രമുഖർ ബിജെപിയിലേക്കെന്നും കേന്ദ്രമന്ത്രി. കാരണം ബിജെപിയുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. നേതാക്കന്മാരുടെ ഇടയിലുണ്ട്, താഴെത്തട്ടിൽ അണികൾക്കിടയിലുണ്ട്. അതിന് പറ്റിയ സമയമാകുമ്പോൾ അവർ വരും. രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച സമസ്ത. യെച്ചൂരിയുടെ ആർജവം സോണിയാഗാന്ധിയിൽ പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നിലപാടെന്നും സുപ്രഭാതത്തിൽ ലേഖനം. ബിജെപി അജണ്ടയിൽ വീഴരുതെന്ന മുസ്ലിം ലീഗ്. ഭക്തിപൂർണം ശബരിമല. മണ്ഡലപൂജ നടന്നു. തിരക്ക് നിയന്ത്രണ വിധേയം. ISLൽ വിജയം തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. മോഹൻ ബഗാൻ എതിരാളികൾ. രാത്രി 8 മുതൽ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. വിശദമായ വാർത്തകൾ നോക്കാം. വൈഗ കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ പ്രതി സനു മോഹന് ജീവപര്യന്തം. എറണാകുളം പോക്സോ കോടതിയുടേതാണ് വിധി. കൊലപാതകം ഉൾപ്പെടെ ചുമത്തിയ 5 വകുപ്പുകളും തെളിഞ്ഞതായി കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. വിവിധ വകുപ്പുകളിലായി 28 വർഷമാണ് തടവ്. 1,70,000 രൂപ പിഴയും പ്രതി അടയ്ക്കണം. കൊലപാതകം ഉൾപ്പെടെ 5 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ തെളിഞ്ഞത്. ഒന്നുമില്ലാത്ത കേസായിരുന്നു. വളരെ ശാസ്ത്രീയമായ രീതിയിലും സാഹചര്യ തെളിവുകളും കൂടി കൊണ്ട് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത മുഴുവൻ സെക്ഷനുകളും, അതായത് നമ്മൾ പറഞ്ഞ മുഴുവൻ കുറ്റങ്ങളും കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അത് നമ്മുടെ ചാർജിന്റെയും അതേപോലെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ കോടതിയിൽ ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അത് വിജയിച്ചതിൽ സന്തോഷമുണ്ട്. സാഹചര്യ തെളിവുകളാണ്. ആ തെളിവുകൾ എല്ലാം തന്നെ പൂർണ്ണമായും കോടതി മുമ്പാകെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ തെളിവുകൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു വിധി, ഞങ്ങൾ പ്രതീക്ഷിച്ച വിധി തന്നെ തീർച്ചയായും വന്നിട്ടുണ്ട്. ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തു എന്നുള്ളതിനും കുട്ടിയെ മദ്യം കൊടുത്തു എന്നുള്ള ജെ ആക്ട് പ്രകാരമുള്ള ഒരു വകുപ്പിലും കൂടി കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുമേലാണ് ടേം സെന്റൻസ് എന്ന് പറയുന്നത് 2 10, 1 5, 1 3, അങ്ങനെ 28 വർഷം ടേം സെന്റൻസ്. ആ ടേം സെന്റൻസ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ തുടങ്ങുകയുള്ളൂ. അങ്ങനെയാണ് കേസ്. പിന്നെ 1.7 lakhs റുപ്പീസിന്റെ പിഴയും ഉണ്ട്. അതും കൂടാതെ കുട്ടിയുടെ അമ്മയ്ക്ക് കോമ്പൻസേഷനും കോടതി യഥാപ്രകാരം, അതായത് അവൈലബിലിറ്റി അനുസരിച്ച് കോമ്പൻസേഷൻ കൊടുക്കാനും കോടതി വിധിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, പ്രോസിക്യൂഷൻ വാദത്തിൽ പറഞ്ഞതുപോലെ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കേണ്ട കുഞ്ഞായിരുന്നു. അവളെയാണ് അച്ഛൻ തന്നെ ഇല്ലാതാക്കിയത്. ഇന്ന് അതിൽ വിധി വന്നിരിക്കുന്നു. വിധി മാതൃകാപരം അല്ലേ? ഭവ്യ, അങ്ങനെ തന്നെയാണ് പ്രോസിക്യൂഷനും ആ രീതിയിൽ തന്നെ വിലയിരുത്തുന്നു. കാരണം ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി കാണണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമെല്ലാം
പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നത്. പക്ഷേ ആ രീതിയിലേക്ക് കോടതിക്ക് കേസിനെ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. കാരണം നേരത്തെയും ഇത്തരമൊരു വാദമൊക്കെ ഉന്നയിക്കുമ്പോൾ കോടതി ചോദിച്ചിരുന്നു ഇത് അങ്ങനെ കാണാൻ കഴിയുമോ എന്നത്. കാരണം പിതാവിനാൽ മക്കൾ കൊല്ലപ്പെടുന്ന കേസുകളെല്ലാം തന്നെ വീണ്ടും കോടതിക്ക് മുന്നിലേക്ക് പല സാഹചര്യങ്ങളിലും എത്തുന്നുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞു അതിൻ്റെ എല്ലാം തന്നെ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന വാദത്തിനിടെ പരാമർശിച്ചു പോയിരുന്നു. പക്ഷേ ഇതിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. അതിൽ തികഞ്ഞ സംതൃപ്തിയാണ് പ്രോസിക്യൂഷൻ അടക്കം രേഖപ്പെടുന്നത്. കാരണം ലഭ്യമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ഇത് കടന്നുപോയിരിക്കുന്നത്. ചുമത്തപ്പെട്ട എല്ലാ വകുപ്പുകളും തന്നെ തെളിഞ്ഞിരിക്കുന്നു. അതിൽ ആ വകുപ്പുകളിലുള്ള ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനും സാധിച്ചിരിക്കുന്നു. ജീവപര്യന്തം തടവിന് പുറമെ തന്നെ വിവിധ വകുപ്പുകളിലായിട്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടെ 28 വർഷം തടവ് വിധിച്ചിട്ടുണ്ട്. എന്നാൽ ആ തടവ് 28 വർഷത്തിൽ വരുന്ന പല കാലയളവുണ്ട്. 5 വർഷവും 3 വർഷവും 10 വർഷവും എല്ലാം ഉണ്ട്. അതിൽ പരമാവധി വർഷമുള്ള ഒരു കാലയളവ് തടവ് അനുഭവിച്ചാൽ മതി. അതായത് 28 വർഷത്തിൽ 10 വർഷമാണ് അതിൽ ഉണ്ടാകുക. ഈ 10 വർഷത്തിനു ശേഷമായിരിക്കും ജീവപര്യന്തം തടവ് തുടങ്ങുക എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ 1,70,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഇത് കുട്ടിയുടെ മാതാവിന് സനുമോഹന്റെ ഭാര്യയ്ക്ക് തുക കൈമാറണമെന്നതടക്കം നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ പിഴത്തുക ചുമത്തുമ്പോൾ പ്രതിഭാഗം പറഞ്ഞിരുന്നത് ഇയാൾക്ക് അതിനൊരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് സാമ്പത്തിക വശം കൂടി പരിഗണിക്കണം പിഴത്തുക ചുമത്തുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ഇതിൽ ഇയാളുടെ കൈവശം പണം എന്നതല്ല, ഇയാളുടെ വക സ്വത്തുക്കൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ തുക അടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് റവന്യൂ നടപടികളിലേക്ക് നീങ്ങുകയും ആ തുക കോടതി വഴി കെട്ടിവെക്കുകയും എല്ലാം വേണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് ഇപ്പോൾ പൂർണ്ണമായും ശിക്ഷയുടെ മുഴുവനായ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. 10 വർഷത്തെ തടവിന് ശേഷമായിരിക്കും ജീവപര്യന്തം തടവ് തുടങ്ങുക. 1,70,000 രൂപയാണ് ഇതിൽ പിഴയായിട്ട് അടയ്ക്കേണ്ടിയും വരിക. അല്പസമയത്തിനകം തന്നെ സനുമോഹൻ ഇവിടെ നിന്ന് ഇപ്പോഴും ഇതിൽ നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ട് അതിനുശേഷം ഇവിടെ നിന്ന് ആദ്യം ജില്ലാ ജയിലിലേക്കായിരിക്കും, ഒരു പക്ഷേ അതിനുശേഷമായിരിക്കും മറ്റ് ജയിലിലേക്ക് മാറ്റുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 2021 മാർച്ചിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കടബാധ്യതകൾ കൊണ്ട് സ്വന്തം കുട്ടിയെ തന്നെ ഇല്ലാതാക്കി തീർത്തതിന് ശേഷം ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തി തീർക്കാൻ വരുത്തി തീർത്തതിന് ശേഷം മറ്റിടത്ത് ഒളിച്ചു താമസിക്കാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടിരുന്നതെന്നാണ് പോലീസിനോട് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം പുഴയിലെറിഞ്ഞ് അതിനുശേഷം ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. അതിന്റെ 28 ദിവസത്തിന് ശേഷമാണ് പോലീസ് ഇയാളെ പിടികൂടുന്നതും പിന്നീടാണ് ഈ കേസിന്റെ ചുരുളുകൾ നിവരുന്നതും കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ഇതിന്റെ ഒരു ശിക്ഷാവിധി അടക്കം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. റൈറ്റ്, ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതി ഭർതൃഗൃഹത്തിൽ പീഡനത്തിനിരയായതിന് തെളിവുകൾ. ഷഹന പതിവായി ശാരീരിക പീഡനത്തിനിരയായെന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവയ്ക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് പോലീസിന് ലഭിച്ചത്. കേസിൽ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ബിബി അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. തിരുവല്ല വണ്ടിത്തടത്ത് ഇന്നലെയാണ് 22 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത് ഭർത്താവുമായി 2 മാസത്തിലേറെ പിണങ്ങി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഷഹാന എന്ന യുവതി. ഇന്നലെ ഭർത്താവ് നൌഫൽ വീട്ടിലെത്തി കുഞ്ഞിനെ ബലപ്രയോഗത്തിലൂടെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ഷഹനയുടെ ഭർത്താവിന്റെ മാതാവ് ക്രൂരമായി ഇവരെ പലപ്പോഴും മർദ്ദിച്ചതായി ബന്ധുക്കൾ പരാതി പറയുന്നുണ്ട്. ഇതിന് തിരുവല്ലം പോലീസ് നൽകിയ പരാതിയിലും അതുതന്നെയാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ചെറിയ ഒരു സംസാരത്തിലെന്തോ വിഷയത്തിൽ ഈ കൊച്ചിനെ കടിച്ച് കാലിന്റെ തൊടയിലും ദേഹത്ത് ചുണ്ടെല്ലാം കടിച്ച് മുറിച്ചു കളഞ്ഞു ഈ അമ്മായിയമ്മ. എന്നിട്ട് തറയിലിട്ട് ഉരുട്ടി മുറിക്കൊണ്ടൊക്കെ പിടിച്ച്, എന്നിട്ടാണ് അച്ഛനും അമ്മയെ വിളിച്ചു വരുത്തിയത് നിങ്ങളെ മോളെ ഒന്ന് കൊണ്ടുപോകാനെന്ന്. എന്നിട്ട് ഈ പയ്യൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ മറുപടി ഒന്നും പറയേ. പയ്യൻ ഒന്ന് ആരെന്താ ഇവിടെ ഉപദ്രവിച്ചാലും ഈ പയ്യൻ മറുപടി അറിയില്ല, അവൻ മിണ്ടാതെ നിൽക്കും. ഷഹനയുടെ കുടുംബാംഗങ്ങളുടെ പരാതിയിൽ തിരുവല്ലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരന്തര പീഡനം നടന്നുവെന്ന പരാതി പോലീസ് ഗൌരവമായി തന്നെയാണ് കാണുന്നത്. മാത്രമല്ല കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയതാണ്, നിർബന്ധിച്ച് 2 വയസ്സുള്ള കുഞ്ഞിനെ നൌഫൽ എടുത്തുകൊണ്ടുപോയതാണ് പെട്ടെന്നുള്ള ഈ ആത്മഹത്യ കാരണമായി എഫ്ഐആറിൽ പറയുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ ഈ കുടുംബത്തിനെതിരെ ഷഹനയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു തവണ ആശുപത്രിയിൽ നൌഫലിന്റെ പിതാവ് ചികിത്സയ്ക്കിടക്കുമ്പോൾ അവിടെ വെച്ച് പോലും ഈ നൌഫലിന്റെ, അതായത് ഷഹാനയുടെ
ഭർത്താവിന്റെ അമ്മ ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനമേറ്റതിന്റെ പാടുകൾ സഹിതം കുടുംബാംഗങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീധന പീഡനം എന്ന പരാതി അവർക്കില്ല. പക്ഷേ സാമ്പത്തികമായി കുറച്ചുകൂടി സാമ്പത്തികം കുറവാണ് ഷഹനയുടെ കുടുംബത്തിന്. നൌഫൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലുള്ള ആളാണ്. ഷഹനയ്ക്ക് അത്രയും സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് നിരന്തരം വിവാഹം മോചനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചു എന്നതായും പരാതിയുണ്ട്. ഇതിന് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പരാതി ശരിയെങ്കിൽ നൌഫലിന്റെ കുടുംബാംഗങ്ങളെയും നൌഫലിന്റെയും കേസിൽ പ്രതി ചേർക്കും. തിരുവനന്തപുരം പോത്തൻകോട് നവജാത ശിശുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റസമ്മതം നടത്തിയ അമ്മ. മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും കാരണമാണ് 1 മാസം പ്രായമുള്ള മകൻ ശ്രീദേവിനെ കിണറ്റിലെറിഞ്ഞതെന്ന് അമ്മ സുരത പോലീസിനോട് പറഞ്ഞു. പോത്തൻകോട് മഞ്ഞമല അടപ്പിനകത്ത് ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന സുരിത സജി ദമ്പതികളുടെ 36 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇന്ന് വെളുപ്പിന് 2:30യോടുകൂടി വീടിന്റെ പുറകുവശത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പോലീസ് സ്ഥിരീകരിക്കുകയാണ്. കുഞ്ഞിന്റെ അമ്മ സുരിത തന്നെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. നേരത്തെയും സുരിതയ്ക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് സുരിത കടന്നത്. എന്തായാലും ഇന്ന് രാവിലെ 2:30യോടുകൂടി ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന ഒരു പരാതി സുരിതയുടെ ഭർത്താവ്, അതായത് കുഞ്ഞിന്റെ പിതാവ് സജി, പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ ഒരു ടവൽ ഈ വീടിന് പുറകുവശത്തെ കിണറ്റിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. പുറകുവശത്തെ വാതിൽ തുറന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. അവരെത്തി നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. എന്തായാലും ഇപ്പോൾ സുരിത തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. എന്തായാലും ഇനി പോലീസിന്റെ ഒരു നടപടി, അതായത് കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തിനാണ് സുരിത ഇത് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ സുരിതയ്ക്ക് നേരത്തെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഉള്ള ഒരു കൊലപാതകത്തിലേക്ക് സുരിത കടന്നത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പാലക്കാട് നടുപ്പുണിയിൽ റോഡരികിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 3 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. അതിഥി തൊഴിലാളികളുടെ മകളെ ആക്രമിച്ച വില്ലോന്നി സ്വദേശിയായ 77-കാരൻ കന്തസ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോലി തേടി കേരളത്തിലെത്തിയതാണ് അതിഥി തൊഴിലാളിയുടെ കുടുംബം. ഇന്ന് പുലർച്ചെ 5:30യോടുകൂടിയായിരുന്നു സംഭവം. കുഞ്ഞിനെ തട്ടിയെടുത്ത് 50 മീറ്റർ അകലേക്ക് കൊണ്ടുപോയാണ് ഇയാൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ മാതാപിതാക്കൾ 77-കാരനെ തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. കുഞ്ഞിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിൽ സ്വപ്ന സുരേഷ് പോലീസിന് മുൻപിൽ ഹാജരായി. സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സ്വപ്നയ്ക്കെതിരായ കേസ്. അതേസമയം തന്നെ നിശബ്ദമാക്കാനുള്ള ശ്രമം നടക്കുന്നതായി സ്വപ്ന സുരേഷ് ആരോപിച്ചു. കേസിൽ കുടുക്കാനാണ് തന്നെ ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ എല്ലാ തെളിവുകളും കൈവശമുണ്ടെന്നും അവസാനം വരെ താൻ പോരാടുമെന്നും ചോദ്യം ചെയ്യലിന് ശേഷം സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ എന്നെൻ്റെ ഫൈറ്റ് തുടങ്ങിയോ അന്ന് മുതൽ പല കേസിലായിട്ട് എന്നെ കുടുക്കിയിട്ട് എന്നെ സൈലന്റ് ആക്കാനുള്ളൊരു ശ്രമമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇറലവൻറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. I have all the evidences against the Honorable Chief Minister, his daughter, his family and everything related. I don't fabricate anything. I don't have time for all this nonsense. But let's see what's going to happen in the end. I'll keep fighting till the end. That's all I have to say. ഒരിടവേള. മുംബൈയെ തകർത്തതിന്റെ വീര്യവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക്. വിജയക്കുതിപ്പ് തുടരുമോ ബ്ലാസ്റ്റേഴ്സ്? കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ഇന്ന് രാത്രി 7 മണി മുതൽ ന്യൂസ് 18. ഹായ് അരുൺ സർ. ഞാനിന്ന്
തിരികെ വാർത്തയിലേക്ക്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മണ്ഡലത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശൂരിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയാലും ഇല്ലെങ്കിലും സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് ക്രൈസ്തവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടല്ല. തൃശൂരിലെത്തുമ്പോൾ പ്രധാനമന്ത്രി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും വി മുരളീധരൻ പറഞ്ഞു. ന്യൂസ് 18 Q18-ലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. തൃശ്ശൂരും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം തന്നെയാണ്. കാരണം സുരേഷ് ഗോപി അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുള്ളൊരു ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത്. അതൊന്നുമില്ല. സുരേഷ് ഗോപി ജയിക്കാൻ ഇതും സഹായകരമാവും. അല്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കും. ബിജെപി സംസ്ഥാന നേതൃത്വത്തിലേക്ക് പുതിയ മുഖങ്ങളും വരുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ബിജെപിയോട് അനുകൂല നിലപാടുള്ളവരിൽ മറ്റു പാർട്ടികളിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുമുണ്ട്. പലരും പാർട്ടിയിലേക്ക് വരും. തെരഞ്ഞെടുപ്പിന് മുൻപ് ചിത്രം വ്യക്തമാകുമെന്നും കേന്ദ്രമന്ത്രി. ന്യൂസ് 18 Q18-ലായിരുന്നു പ്രതികരണം. സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. താങ്കൾ ഒരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നുള്ളത്. ഞാൻ ഇപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടല്ലോ. ഞാൻ തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോയിട്ടേ ഇല്ല. നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ട് ഒരു 8-10 പേര് അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഭാവിയിലുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ പുതിയ ആൾക്കാർ വരും. അതായത് സുരേഷ് ഗോപിയെ പോലെയുള്ള കുറെ പ്രമുഖർ ഈ തെരഞ്ഞെടുപ്പിൽ വന്നേക്കുമെന്നുള്ള ചില സൂചനകൾ. സുരേഷ് ഗോപി 6 കൊല്ലം MP ആയിരുന്ന ആളല്ലേ? അല്ല, പ്രമുഖരായിട്ടുള്ള ഒരുപക്ഷെ മുഖങ്ങൾ വന്നേക്കുമെന്നുള്ള ചില സൂചനകൾ അത് മറ്റു പാർട്ടികളിൽ പലരും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചില സസ്പെൻസുകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം അല്ല. കാരണം BJPയുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. നേതാക്കന്മാരുടെ ഇടയിലുണ്ട്, താഴെത്തട്ടിൽ അണികളുടെ ഇടയിലുണ്ട്. അതിന് പറ്റിയ സമയമാകുമ്പോൾ അവർ വരും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പുമായി കോൺഗ്രസ്. ഭാരത് ന്യായ് യാത്ര എന്ന് പേരിട്ട യാത്ര മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കാണ്. അടുത്ത മാസം 14-ന് ആരംഭിക്കുന്ന യാത്ര 14 സംസ്ഥാനങ്ങളിലൂടെയും കടന്നുപോകും. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തോടുള്ള സമീപനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച സമസ്ത. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആർജവമാണ് സോണിയാഗാന്ധിയിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നതെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം മുഖപ്രസംഗമെഴുതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ചടങ്ങിൽ പങ്കെടുക്കാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെന്ന് ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്നും നേതൃത്വത്തിന് ഓർമ്മയില്ലെങ്കിലും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നും സുപ്രഭാതം വിമർശിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് KC വേണുഗോപാലും VD സതീശനും ഒഴിഞ്ഞുമാറി. സുപ്രഭാതം ദിനപത്രത്തിലെ എഡിറ്റോറിയൽ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിലാണ് എഡിറ്റോറിയൽ വിമർശിക്കുന്നത്. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ് കഴിഞ്ഞ 36 വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചതെന്ന് എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് 11 വെള്ളി ഇഷ്ടിക അയച്ചുകൊടുത്ത മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കമൽനാഥിനെ രൂക്ഷമായി വിമർശിക്കുന്നു. മൃദു ഹിന്ദുത്വ നിലപാടിലൂന്നി അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത് തീവ്ര ഹിന്ദുത്വ നിലപാടിലൂന്നിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് മത്സരിച്ചതെന്നും കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ തിരിച്ചടിക്ക് പിന്നിലെ പ്രധാന കാരണം ഈ കോൺഗ്രസിന്റെ ഈ മൃദു ഹിന്ദുത്വ നിലപാടുകളാണെന്നും പറയുന്നു. സംഘപരിവാർ സംഘടനകളെ തീവ്ര ഹിന്ദുത്വ നിലപാടിലൂന്നി തിരിച്ചടിക്കാനുള്ള നിലപാട് ആരുടേതാണ്, അല്ലെങ്കിൽ ആരാണ് ഈ മണ്ടത്തരം കോൺഗ്രസിന് ഊതിക്കൊടുത്തത് എന്നും ചോദിക്കുന്നു. ഈ നിലവിലെ നിലപാടുകൾക്ക് മാറ്റം വരുത്തിയില്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാവും കോൺഗ്രസിന് നേരിടേണ്ടി വരിക എന്നും പറയുന്നു. നിലവിലുള്ള കടുംപിടുത്തങ്ങൾക്കപ്പുറം ഇന്ത്യ സഖ്യത്തിലെ മതേതര നിലപാടുള്ള കക്ഷികളെ ചേർത്ത് പിടിച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കോൺഗ്രസ് മുന്നോട്ടു പോവുകയാണ് വേണ്ടത്. അയോധ്യ ക്ഷേത്രത്തിലെ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് നിരസിച്ച CPM നേതാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർ ഉണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് തല ഉയർത്തി പറയാനുള്ള ആർജവം സീതാറാം യെച്ചൂരിക്കുണ്ടായി. ഈ ആർജവും സ്ഥൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കാണിക്കേണ്ടതെന്നും
കുറ്റപ്പെടുത്തുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വളരെ കരുതലോടെയുള്ള സമീപനമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഹൈക്കമാൻഡിന് പ്രതിനിധിയായ KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവായ VD സതീശനും ചെയ്തിരിക്കുന്നത്. VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ തയ്യാറായില്ല. രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് ഈ വിഷയത്തിൽ CPM നേതാക്കൾ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും സുപ്രഭാതം എഡിറ്റോറിയൽ പോസ്റ്റ് ചെയ്ത് തന്നെ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ പൗരത്വ ബില്ല്, പാലസ്തീൻ വിഷയം എന്നിങ്ങനെ മുസ്ലിം വിഭാഗത്തിനെ അഭിസംബോധന ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും CPM കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഈ വിഷയത്തിലെ വ്യക്തതയില്ലായ്മയിൽ ഊന്നി കൂടുതൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയാണ് CPM-നും ഉള്ളത്. രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയമെന്നും BJP അജണ്ടയിൽ വീഴരുതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM എ സലാം. ക്ഷണം ലഭിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷണത്തെക്കുറിച്ച് കോൺഗ്രസ് തീരുമാനമെടുക്കണം. രാമക്ഷേത്രം മാത്രമല്ല BJP-യുടെ ഒരു അജണ്ടയിലും വീഴരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP രാഷ്ട്രീയ ആയുധമാക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കാത്തത് എന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയാത്തതുകൊണ്ടാണ്. അല്ല, CPM-ന്റെ മറുപടിയെ കുറിച്ച് CPM-നോട് ചോദിക്കുക, കോൺഗ്രസിന്റെ മറുപടിയെ കുറിച്ച് കോൺഗ്രസിനോട് ചോദിക്കുക. ഞങ്ങളുടെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ. NSS ക്യാമ്പിൽ പഠിപ്പിക്കുന്നത് സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM എ സലാം. അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമമെന്നും PM എ സലാം കുറ്റപ്പെടുത്തി. സാധാരണ NSS ക്യാമ്പുകളിൽ കുട്ടികളുടെ സർഗശേഷി ഉയർത്താൻ, നാട്ടിൽ ചില വികസന കാര്യങ്ങളിൽ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ, ജനങ്ങളുമായി സഹവസിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് പഠിക്കാൻ, സാമൂഹ്യ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു സംവിധാനത്തിനാണ് ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത്. ആ ക്യാമ്പുകളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് സ്വവർഗരതിയെ കുറിച്ചാണ്. അത് കുഴപ്പമില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോവാണ്. അതുപോലെ തന്നെ ലിംഗമാറ്റം, ജെൻഡർ മാറ്റം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് മോഡിയുള്ളിലെ സമദർശൻ പറയുന്നത്. ഇതെന്തിനാണ്? വെറുതെ പ്രകോപനം ഉണ്ടാക്കണം. മണ്ഡല പൂജയ്ക്കൊരുങ്ങി സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് സന്നിധാനത്ത് മണ്ഡല പൂജ. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ 11 മണിയോടെയായിരുന്നു ചടങ്ങ്. ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ, നാഗാലാൻഡ് ഗവർണർ NA ഗണേശൻ തുടങ്ങിയവർ മണ്ഡല പൂജയ്ക്ക് സന്നിധാനത്തെത്തിയിരുന്നു. ഇന്ന് രാത്രി 10 മണിക്ക് നടയടക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തിയാകും. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5810, പവന് 46,480, വെള്ളി ഗ്രാമിന് 81, കിലോയ്ക്ക് 81,000, പ്ലാറ്റിനം ഗ്രാമിന് 3520. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. കായിക വാർത്തകൾ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിജയ തുടർച്ച ആവർത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. കൊച്ചിയിൽ നടന്ന അവസാന മത്സരത്തിൽ മുംബൈ സിറ്റിയെ തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. മറുവശത്ത് മുംബൈക്കും ഗോവയ്ക്കുമെതിരെ നടന്ന അവസാന 2 മത്സരങ്ങളിലും തോൽവി വഴങ്ങിയ മോഹൻ ബഗാൻ ഈ മത്സരം നിർണായകമാണ്. പൂർണ്ണമാക്കുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.
കേരളം കാത്തിരുന്ന വൻ പോരാട്ടങ്ങൾ ഇനി ന്യൂസ് 18-ൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ടീമിന്റെ പോരാട്ടം. 3 തവണ പടിക്കലെത്തി കാലമുടച്ചതാ. പക്ഷെ ഇത്തവണ ആ കപ്പ് ഇവാനാശൻ സംഘവും ഇഞ്ഞു പൊക്കും. ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ സ്റ്റേഡിയം മഞ്ഞക്കടലാകുമ്പോൾ ആ മഞ്ഞക്കടലിരമ്പം ഇനി ന്യൂസ് 18 കേരളത്തിലൂടെ പ്രേക്ഷകരിലേക്ക്. മഞ്ഞപ്പടയുടെ എല്ലാ മത്സരങ്ങളും ആവേശം ഒട്ടും ചോരാതെ ഇനി മുതൽ തത്സമയം ഫുൾ മാച്ച് ലൈവ് ന്യൂസ് 18 കേരളത്തിലൂടെ പ്രേക്ഷകരിലേക്ക്. ജോയിൻ us. ഈ പരിപാടി ഗോവിന്ദ